തൂലിക ടിവിയുടെ ഫേസ് ടു ഫേസ് പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് എന്നോടൊപ്പമായിരിക്കുന്നത് കേരളത്തിൽ പെന്തക്കോസ്ത് സമൂഹത്തിന് ഏറെ സുപരിചിതമായ അനേക കൺവെൻഷൻ സ്റ്റേജുകളിലും അതുപോലെ അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ ഭരണസിരാ കേന്ദ്രത്തിൽ അനേക വർഷങ്ങളായി ദൈവത്തിൻ്റെ മഹത്വകരമായ ശുശ്രൂഷ ചെയ്യുന്ന പാസ്റ്റർ PS ഫിലിപ്പ് അവറുകളാണ്. താങ്കളെ തൂലിക ടിവിയുടെ ഫേസ് ടു ഫേസ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സാബിനോടും പ്രിയ പ്രസാദിനോടും രണ്ടുപേരും പ്രിയങ്കരാണ്. നിങ്ങളോടുകൂടെ ഒരുമിച്ച് ഈ സമയം പങ്കിടുന്നതിൽ ഞാനും സന്തോഷമുള്ളവനാണ്. അപ്പോൾ നമ്മൾ ഈ അഭിമുഖത്തിൻ്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് കടന്ന് മറ്റു കാര്യങ്ങളിലേക്ക് പോകുന്നതിന് മുന്നമേ പാസ്റ്റർ PS ഫിലിപ്പ് എന്ന വ്യക്തി ബാല്യകാലം അല്ലെങ്കിൽ പ്രത്യേകിച്ചും ഒരു സുവിശേഷകനായി തീരുവാനുള്ള ആ ഒരു അവസ്ഥയെപ്പറ്റി താങ്കൾക്ക് ചുരുക്കമായൊന്ന് പ്രസ്താവിക്കാൻ കഴിയുമോ? 1963 ഞാൻ പരിശുദ്ധാത്മ സ്നാനം പ്രാപിക്കുന്നത്. മാർത്തോമ പശ്ചാത്തലത്തിൽ നിന്ന് ഞങ്ങൾ പെന്തക്കോസ്ത് കൂട്ടായ്മയിലേക്ക് വരുന്ന സമയമാണ്. 1963 ഏപ്രിൽ മാസം എന്ന് തോന്നുന്നു. ഒരു രാത്രി യോഗത്തിൽ ഇരിക്കുമ്പോൾ പാസ്റ്റർ AV മാത്യു എന്ന ദൈവദാസന യോഗം നടത്തുകയായിരുന്നു. പരിശുദ്ധാത്മ സ്നാനം പ്രാപിക്കാൻ താല്പര്യമുള്ളവരെ മുൻപോട്ട് ക്ഷണിച്ചപ്പോൾ ഞാനും മുൻപോട്ട് കയറി ഇരുന്നു. അന്ന് രാത്രി ദൈവം തൻ്റെ ആത്മാവിനാൽ എന്നെ നിറച്ചു. ചില ദിവസങ്ങൾക്ക് ശേഷം ദൈവത്തിൻ്റെ ആത്മാവ് ശക്തമായി എൻ്റെ ഹൃദയത്തിൽ സംസാരിപ്പാൻ തുടങ്ങിയ വാക്യം മർക്കോസിൻ്റെ സുവിശേഷം 8-ാം അധ്യായം അവസാന വാക്യങ്ങളിൽ നിന്നാണ്. ഒരു മനുഷ്യൻ സർവ്വലോകവും നേടുകയും തൻ്റെ വിലയേറിയ ആത്മാവിനെ നഷ്ടമാക്കുകയും ചെയ്താൽ എന്ത് പ്രയോജനം? വക്രതയും കോട്ടമുള്ള ഈ തലമുറയുടെ നടുവിൽ എന്നെയും എൻ്റെ വചനത്തെയും കുറിച്ച് ലജ്ജിക്കാതെ മറ്റുള്ളവരോട് കർത്താവിൻ്റെ സാക്ഷിയാകണം. അപ്പോൾ ഒരു മനുഷ്യാത്മാവിൻ്റെ വില മുഴു ലോകത്തേക്കാളും വിലയേറിയതാണെങ്കിൽ അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്യും എന്നുള്ള ചോദ്യം എൻ്റെ നേരെ വന്നു. അങ്ങനെയാണ് സുവിശേഷ വേലയ്ക്ക് വേണ്ടിയുള്ള താല്പര്യം എന്നിൽ ഉദിച്ചത്. 1964 ജൂൺ മാസത്തിൽ ഞാൻ ബഥേൽ ബൈബിൾ കോളേജിൽ ദൈവത്തിൻ്റെ വചനം അഭ്യസിക്കുവാനായി കടന്നുപോയി. അങ്ങനെയാണ് സുവിശേഷ വേലയ്ക്ക് വേണ്ടിയുള്ള എൻ്റെ ആരംഭം. അപ്പോൾ താങ്കൾ പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, ആദ്യമേ തന്നെ ഒരു യോഗത്തിൽ താങ്കൾക്ക് പങ്കെടുത്തു. അപ്പോൾ നേരത്തെ തന്നെ ബാല്യകാലത്തിൽ തന്നെ സുവിശേഷ തൽപരമായ ഒരു കുടുംബത്തിലാണോ താങ്കൾ ജനിക്കുന്നത്? എൻ്റെ പിതാവ് മാതാവും രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട വ്യക്തികളായിരുന്നു 1963 മുൻപ്. എന്നാൽ സുവിശേഷ വേലയിൽ പോകാൻ ഞാൻ അശേഷം താല്പര്യപ്പെട്ടിരുന്ന ഒരാളല്ല. അതിനോട് ഒരിക്കലും താല്പര്യവും കാണിച്ചില്ല. എന്നാൽ പരിശുദ്ധാത്മ സ്നാനം പ്രാപിച്ച ശേഷമാണ് ഇതിനെക്കുറിച്ചുള്ള താല്പര്യവും പരിശുദ്ധാത്മ നിയോഗവും എനിക്ക് ലഭിച്ചത്. അപ്പോൾ താങ്കളുടെ സഭ അല്ലെങ്കിൽ തോന്നിയാമല സഭയെ പറ്റി ഞങ്ങൾ പലർ കേട്ടിട്ടുണ്ട്. ഒരു പത്തനംതിട്ട ജില്ലയിലെ ആ ഒരു കൊച്ചു ഗ്രാമത്തിൽ നിന്നും അനേക ദൈവദാസന്മാർ ദൈവത്തിൻ്റെ വചനവുമായിട്ട് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായിട്ട് പ്രവർത്തിക്കുന്നതായി ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. ആ നാടിനെ പറ്റി കേൾക്കുമ്പോൾ ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട്, താങ്കൾ തന്നെ പ്രസംഗിക്കുമ്പോൾ താൻ ആ നാടിനെ പറ്റി അഭിമാനം കൊള്ളുന്ന അല്ലെങ്കിൽ ആ സഭയെ പറ്റി അഭിമാനം കൊള്ളുന്ന കേട്ടിട്ടുണ്ട്. ആ സഭയെ പറ്റി സ്വല്പമായിട്ട് വിവരിക്കാമോ? മാർത്തോമ സഭയിലെ അംഗമായിട്ടാണ് എൻ്റെ പിതാവായിരുന്നത്. ആ പശ്ചാത്തലത്തിൽ ഞാനും ജനിച്ചു വളർന്നു. 1960-കൾക്ക് മുൻപ് മാർത്തോമ സഭയിൽ ശക്തമായ ഒരു ഉണർവുണ്ടായി. പലയിടങ്ങളിൽ നിന്നും അനേകർ ചുറ്റുപാടുകളിൽ നിന്ന് കടന്നു വന്നു. പരിശുദ്ധാത്മ നിറവിലായി. ഇന്ന് അറിയുന്നത് പോലെ അന്യഭാഷയിൽ സംസാരിച്ചതിനെക്കുറിച്ച് അറിവില്ല, പക്ഷേ അനേകർ രക്ഷിക്കപ്പെട്ടു. ദൈവകൃപയിലായി. ആ ഉണർവിൻ്റെ തുടക്കമായിട്ടാണ് ഞങ്ങൾ മാർത്തോമയിൽ നിന്ന് ഇവാഞ്ചലിക്കിലേക്കും പിന്നീട് അസംബ്ലീസ് ഓഫ് ഗോഡ് കൂട്ടായ്മയിലേക്കും വരുവാൻ കാരണമായത്. ആ ഉണർവിന് നേതൃത്വം വഹിച്ചിരുന്ന കുഴിപ്പറമ്പിൽ അവറാച്ചൻ എന്ന ഉപദേശി ആണ് യുവജനങ്ങൾക്കും ഈ സുവിശേഷീകരണ താല്പര്യം അവരുടെ ഉള്ളിൽ നൽകിയതും അതിനുവേണ്ടി പ്രോത്സാഹനം കൊടുത്തതും. അത് ഒരു പശ്ചാത്തലമായിട്ടുണ്ട്. ആ മാർത്തോമ പള്ളിയിൽ നിന്നും പിൽക്കാലത്ത് പട്ടക്കാരനാകുകയും സുവിശേഷ ദർശനമുണ്ടായിരുന്ന ആ നിലയിൽ മുന്നേറി വരികയും ചെയ്ത ഒരാളായിരുന്നു മാർത്തോമ സഭയിലെ ഒരു തിരുമേനി ആയിരുന്ന ഈശോ മാർ തിമോത്തിയോസ് എന്ന ദൈവദാസന്. അപ്പോൾ ആത്മീയമായ പശ്ചാത്തലം മാത്രമല്ല, സുവിശേഷീകരണ താല്പര്യവും പല യുവജനങ്ങളുടെയും ഉള്ളിൽ ആ കാലയിൽ ദൈവം നൽകി.
അങ്ങനെ തങ്ങളുടെ ബാല്യകാലത്തെ പറ്റി സംസാരിച്ചു. അപ്പോൾ ബാല്യകാലത്ത് സുവിശേഷ താല്പര്യം താങ്കളുടെ ഉള്ളിൽ ഉണ്ടായിരുന്നു എന്ന് മനസ്സിലായി. അങ്ങനെ സുവിശേഷ താല്പര്യമുള്ള താങ്കൾ ബത്തേൽ ബൈബിൾ കോളേജിൽ പഠിച്ചു. അതിനുശേഷം എങ്ങനെയാണ് സഭാ പരിപാലനത്തിലായിരുന്നോ അതോ മറ്റുള്ള ഏതെങ്കിലും പ്രവർത്തന രീതിയിലാണ് മുന്നോട്ട് പോയത്? ഞാൻ ബഥേൽ ബൈബിൾ കോളേജിലെ പഠനം 3 വർഷത്തെ പഠനത്തിന് ശേഷം സദനീഷ്യ ബൈബിൾ കോളേജ് ബാംഗ്ലൂരിൽ പഠിച്ചു. അവിടുത്തെ പഠനം പൂർത്തിയാക്കിയ ശേഷം ആണ് ബഥേൽ ബൈബിൾ കോളേജിലെ അധ്യാപകനായി വന്നത്. അധ്യാപനത്തോടുള്ള ബന്ധത്തിൽ തന്നെ ഇടദിവസങ്ങളിലും ആഴ്ചയുടെ അവസാന ദിവസങ്ങളിലും പരസ്യയോഗത്തിനായും വിശേഷാൽ കൺവെൻഷനും വേണ്ടിയും പോയിരുന്നു. തുടർന്ന് യൂണിയൻ ബിബ്ലിക്കൽ സെമിനാരി യൂത്ത്മാളിൽ നിന്ന് BD ഡിഗ്രി പൂർത്തീകരിച്ച ശേഷം 1972 മുതൽ 2 വർഷം പുനലൂരിന് സമീപയുള്ള ഒരു സഭയിൽ പാസ്റ്ററായി സേവനമനുഷ്ഠിച്ചു. ബഥേൽ ബൈബിൾ കോളേജിലെ അധ്യാപനത്തോടുള്ള ബന്ധത്തിൽ തന്നെ വീക്കെൻഡ്സിലും വീക്ക് ഡേയ്സിലും അവിടെ താമസിച്ചുകൊണ്ട് ആ സഭയുടെ ശുശ്രൂഷകനായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. പിന്നീട് കൊല്ലം, തിരുവനന്തപുരം തുടങ്ങിയ സിറ്റി ചർച്ചുകളിലും ഏതാനും മാസങ്ങൾ വീതം സഭാ ശുശ്രൂഷയോടുള്ള ബന്ധത്തിലായിരുന്നു. ബൈബിൾ കോളേജിലെ അധ്യാപകരായിട്ടുള്ള പൂർണ്ണസമയ അധ്യാപകരായിട്ടുള്ളവർ പ്രാദേശിക സഭയുടെ ഫുൾ ടൈം ശുശ്രൂഷ ഏറ്റെടുക്കരുത് എന്നുള്ള ഒരു ക്രമീകരണം, ഒരു വ്യവസ്ഥ ഉള്ളത് കൊണ്ടാണ് ഇതിനിടയിൽ ഫുൾ ടൈം പാസ്റ്ററായി ഉള്ള ശുശ്രൂഷ ഏറ്റെടുക്കാഞ്ഞത്. കാരണം ഇത് രണ്ടും കൂടെ ഒരു ഫുൾ ടൈം അധ്യാപകനായിരിക്കുകയും ഒരു സഭയുടെ പൂർണ്ണസമയ ശുശ്രൂഷകനായിരിക്കുകയും ചെയ്താൽ 2 ശുശ്രൂഷയ്ക്കും നമുക്ക് പൂർണ്ണസമയം വേർതിരിപ്പാൻ സാധ്യമല്ല. സഭാ പ്രവർത്തനങ്ങൾ ബലഹീനാവസ്ഥയിലാകുകയും ചെയ്യും. അതുകൊണ്ടാണ് അത് ഏറ്റെടുക്കാൻ കഴിയാതെ പോയത്. അത് തീർച്ചയായും മനസ്സിലാക്കുന്നു. അങ്ങനെയാകുമ്പോൾ ഒരു അധ്യാപകനായിരുന്ന രീതിയിൽ അല്ലെങ്കിൽ സുവിശേഷം വ്യാപിപ്പിക്കണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്ന പാസ്റ്റർ PS ഫിലിപ്പ് എന്ന വ്യക്തി എങ്ങനെയാണ് അധികാരത്തിൻ്റെ രീതിയിലേക്ക് കടന്നു വന്നത്? പൂർണ്ണസമയ അധ്യാപകനായിരിക്കുമ്പോൾ തന്നെ സഭാ ജനങ്ങളുടെ ഇടയിലും സഭകളിലും ശുശ്രൂഷയ്ക്കായി, അവരുടെ ശുശ്രൂഷകൾക്കായി വീക്കെൻഡിൽ മാത്രമല്ല അവരാവശ്യപ്പെടുന്നതിനനുസരിച്ച് പോവുകയും ചെയ്തു. കേരളത്തിൽ ഈ അധ്യാപകനായിരുന്നത് കൊണ്ട് എല്ലാ ഞായറാഴ്ചകളും ബൈബിൾ കോളേജിലായിരിക്കേണ്ട ആവശ്യമില്ല. ഇടദിവസങ്ങളിലാണെങ്കിലും ആഴ്ചയുടെ അവസാനങ്ങളിലാണെങ്കിലും പ്രാദേശിക സഭകളിൽ ശുശ്രൂഷയ്ക്കായി കൺവെൻഷനാകട്ടെ മറ്റേതെങ്കിലും ശുശ്രൂഷകളാകട്ടെ അവരാവശ്യപ്പെട്ടാൽ ഞങ്ങൾ അവൈലബിളായിരുന്നു. ഞങ്ങളെ ലഭ്യമായിരുന്നതിനാൽ കേരളക്കരയിലുള്ള മിക്കവാറും എല്ലാ സഭകളിലുള്ള ശുശ്രൂഷകന്മാരുമായും വിശ്വാസികളുമായും സഹകരിപ്പാനും പരിചയപ്പെടുവാനും അവരെ ഒരു ദൈവദാസൻ എന്ന നിലയിൽ എൻ്റെ ശുശ്രൂഷയെക്കുറിച്ച് മനസ്സിലാകുകയും ചെയ്തു. ശുശ്രൂഷകന്മാരുടെ ഇടയിൽ, സഭാ ശുശ്രൂഷകന്മാരുടെ ഇടയിൽ വേദശാസ്ത്ര ട്രെയിനിങ്, ഹയർ ഡിഗ്രി ഉള്ള ആളുകൾ കുറവായിരുന്ന കാലമാണ് അന്നും ഇന്നും. അപ്പോൾ വേദശാസ്ത്ര പരിശീലനവും തിയോളജിക്കൽ എഡ്യൂക്കേഷനുമുള്ള ആൾ സഭാ നേതൃത്വത്തിലേക്ക് വരണമെന്നുള്ളത് എല്ലാ ശുശ്രൂഷകന്മാരും സഭാ ജനങ്ങളും കൂടെ ആഗ്രഹിച്ച ഒരു കാര്യം കൂടെ ആയതുകൊണ്ടാണ് അവരാ നിലയിലേക്ക് എന്നെ പ്രോത്സാഹിപ്പിക്കുകയും എന്നെ തിരഞ്ഞെടുക്കുകയും ചെയ്തത്. 1981 മുതൽ അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ സഭാ നേതൃത്വത്തിൽ ഭരണപരമായ കാര്യങ്ങളിൽ ഞാൻ ഉൾപ്പെട്ടിട്ടുണ്ട്. സൗത്ത് ഇന്ത്യ അസംബ്ലീസ് ഓഫ് ഗോഡ് മഹാരാഷ്ട്ര മുതൽ കന്യാകുമാരി വരെയുള്ള സംസ്ഥാനങ്ങൾ ഉൾപ്പെടുന്ന സഭകളാണ്. അപ്പോൾ അതിലെ ജനറൽ സെക്രട്ടറി, അസിസ്റ്റൻറ്റ് സൂപ്രണ്ട് എന്ന നിലയിലും ഏകദേശം 19 വർഷം സേവനമനുഷ്ഠിപ്പാനും ദൈവം എനിക്ക് കൃപ നൽകിയിട്ടുണ്ട്. അതേപോലെ ഈ സഭാ ഭരണ നേതൃത്വത്തിലേക്ക് കടന്നു വരാൻ താങ്കൾ ഒരിക്കലും ആഗ്രഹിച്ചിരുന്നില്ല എന്നുള്ള ധ്വനിയാണോ പറയുന്നത്? മറ്റുള്ളവരുടെ പ്രോത്സാഹനം കൊണ്ട് മാത്രമാണോ ഈ ആത്മീക നേതൃത്വ ഇതിലേക്ക് കടന്നു വന്നത്? വേദപുസ്തകത്തിൽ തന്നെ നാം വായിക്കുന്നു, ഒരുവൻ അധ്യക്ഷ സ്ഥാനം കാക്ഷിക്കുന്നുവെങ്കിൽ ഉത്തമമായ വേലയെ ആഗ്രഹിക്കുന്നു. അപ്പോൾ ആ ആഗ്രഹവും താല്പര്യവും വേദപുസ്തക പ്രമാണത്തിന് വിപരീതമായ ഏതെങ്കിലും തത്വങ്ങൾ സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോയിരുന്നെങ്കിൽ അത് യോഗ്യമായിരുന്നില്ല. ജനങ്ങൾ അതിനുവേണ്ടി ആഗ്രഹിച്ചു. ആ നിലയിൽ ദൈവം എന്നെ നിയോഗിക്കുന്നുവെങ്കിൽ അത് ഏറ്റെടുക്കാം എന്നുള്ള താല്പര്യത്തിലുമാണ് ഈ ശുശ്രൂഷയിലേക്കും ഭരണം മാത്രമല്ല ജനങ്ങളെ സേവിക്കാനുള്ള അവസരവുമായി അത് രൂപാന്തരപ്പെടുത്തിയത്.
ജനങ്ങൾ എന്നും അങ്ങനെയുള്ള ഒരു നേതാവിനെയാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ തന്നെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ പാസ്റ്റർ താങ്കൾ പറഞ്ഞതുപോലെ 1981 മുതൽ അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ നേതൃത്വ സ്ഥാനത്ത് എപ്പോഴും കേൾക്കുന്നത് രണ്ട് വ്യക്തികളുടെ പേരുകളാണ്, പാസ്റ്റർ ടി ജെ ശമൽ, പാസ്റ്റർ പി എസ് ഫിലിപ്പും. അപ്പോൾ ആ ഒരു നേതൃത്വ നിരയിൽ നിന്ന് ഒരു പുതിയ നേതൃത്വത്തെ കൊണ്ടുവരുവാൻ താങ്കളോ അല്ലെങ്കിൽ താങ്കളുടെ ആ സഭയോ എന്തെങ്കിലും ക്രമീകരണങ്ങൾ ചെയ്യുന്നുണ്ടോ? ഇതോടൊപ്പം ഒരു കാര്യം കൂടെ ബസാം പ്രസാദ് പ്രസ്താവിക്കട്ടെ. ഞാൻ 1968 മുതൽ ബഥേൽ ബൈബിൾ കോളേജിൽ അധ്യാപകനും കൂടെയാണ്. 25 വർഷം തുടർമാനമായി 1985 മുതൽ 2010 വരെ തുടർമാനമായി 25 വർഷം ഞാൻ പ്രിൻസിപ്പലായി സേവനമനുഷ്ഠിച്ചു. അപ്പോൾ പഠനത്തോടുള്ള ബന്ധത്തിൽ തന്നെ BD ഡിഗ്രി കഴിഞ്ഞ ശേഷം മാസ്റ്റർ പ്രോഗ്രാമിനും അതിനുശേഷം വെസ്റ്റ്മിൻസ്റ്റർ തിയോളജിക്കൽ സെമിനാരിയിൽ നിന്ന് ഡോക്ടറൽ പ്രോഗ്രാമും ഞാൻ കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ ഞാൻ പാസ്റ്റർ ടി ജെ ശാമുവേലോ PS ഫിലിപ്പോ അല്ലാതെ മറ്റാരെയും നേതൃത്വത്തിലേക്ക് പ്രവേശിപ്പിക്കരുത് എന്നുള്ള ചിന്തകളോ പ്രസ്താവനകളോ ആഗ്രഹങ്ങളോ നാളിതുവരെ ഇല്ല. ഞങ്ങൾ രണ്ടുപേരും അല്ലാതെ മറ്റുള്ളവരും ഈ നേതൃത്വ സ്ഥാനത്ത് ഡിസ്ട്രിക്റ്റ് എന്ന് പറയും, കേരളത്തിൽ മലയാളം ഡിസ്ട്രിക്ട് കൗൺസിലിൽ ഇതര ഭരണ ചുമതലകളും ഏറ്റെടുത്തിട്ടുള്ളവരുണ്ട്. അപ്പോൾ ഒന്ന് സൗത്ത് ഇന്ത്യ അസംബ്ലീസ് ഓഫ് ഗോഡിൽ ജനറൽ സെക്രട്ടറിയായി 12 വർഷവും പിന്നെ അതിനുശേഷം അസിസ്റ്റൻറ്റ് സൂപ്രണ്ടായി ഞാൻ സേവനമനുഷ്ഠിച്ചു. വീണ്ടും ആളുകൾ താല്പര്യപ്പെട്ടെങ്കിലും മദ്രാസിൽ നടക്കുന്ന സൗത്ത് ഇന്ത്യ അസംബ്ലീസ് ഓഫ് ഗോഡ് കോൺഫറൻസിൽ ഞാൻ തന്നെ എഴുന്നേറ്റ് ജനങ്ങളോടും അതുപോലെ തന്നെ പാസ്റ്റേഴ്സിനോടും പറഞ്ഞു, 1200 പരം ആളുകൾ വരുന്ന ആ സമൂഹത്തിൽ ഞാൻ ഇനി യാതൊരു ചുമതലകളിലും വഹിക്കുന്നതല്ല, ഒരു സ്ഥാനത്തേക്ക് നിൽക്കുന്നതല്ല എന്ന് പറഞ്ഞ് സ്വയമേ വിരമിച്ചതാണ്. 2010 പ്രിൻസിപ്പൽ സ്ഥാനത്ത് നിന്നും നേരത്തെ തന്നെ ഇതിനു വേണ്ടി ഒരുങ്ങി മറ്റുള്ള ആളുകൾ നേതൃത്വ സ്ഥാനത്തേക്ക് വരണം എന്നുള്ള താല്പര്യത്തിലാണ് ഞാൻ ആ നിലയിൽ സ്റ്റെപ്പ് ഡൗൺ ചെയ്തത്. ഇടക്കാലത്ത് ചില വർഷങ്ങളിൽ ഞാൻ ആയിരുന്നില്ല, എന്നാൽ ജനങ്ങളുടെ താല്പര്യവും ശുശ്രൂഷകന്മാരുടെ താല്പര്യപ്രകാരവുമാണ് ഇന്നും ഞാൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റി, ഞങ്ങൾ 5 പേരുണ്ട്, അതിലൊരു സ്ഥാനം വഹിക്കുന്നത്. എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലുള്ള ആളുകൾ സൂപ്രണ്ട് മുതൽ താഴോട്ട്, ഞാൻ സൂപ്രണ്ടായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്, അസിസ്റ്റൻറ്റ് സൂപ്രണ്ടായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ഞങ്ങൾ ആരും തന്നെ സംഘടനയിൽ നിന്ന് 1 രൂപ പോലും ശമ്പളമോ പറ്റുന്നവരല്ല, ഏതെങ്കിലും പാരിതോഷികം പറ്റുന്നവരല്ല. ഞങ്ങൾക്ക് ലഭിക്കുന്ന അവസരങ്ങളും പദവികളും ജനങ്ങൾക്ക് വേണ്ടിയും സഭകൾക്ക് വേണ്ടിയും ഞങ്ങൾക്ക് ദൈവമക്കൾ തരുന്ന സഹായങ്ങൾ അവരുടെ സഹായത്തിന് വേണ്ടി വിനിയോഗിക്കുകയാണ്. അതല്ലാതെ അസംബ്ലീസ് ഓഫ് ഗോഡിൽ ഔദ്യോഗിക സ്ഥാനത്തിരിക്കുന്നത് കൊണ്ട് ഞങ്ങളുടെ സഭയിൽ നിന്നോ സംഘടനയിൽ നിന്നോ 1 രൂപ പോലും ആർക്കും ശമ്പളം നൽകുന്നുമില്ല, ഞങ്ങൾ സ്വീകരിക്കുന്നുമില്ല. ഓക്കെ, അത് മനസ്സിലായി. അപ്പോൾ താങ്കൾ പറഞ്ഞു, അപ്പോൾ അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ ഭരണ രീതി എന്ന് പറയുന്നത് നിങ്ങൾ 5 പേര് ആ ബോർഡിലുണ്ടെന്ന് പറഞ്ഞു. ഈ 5 പേരിൽ ഞാൻ കണ്ടിടത്തോളം എല്ലാം ശുശ്രൂഷകന്മാരാണ്. വിശ്വാസികളായവർക്ക് ഒരു പ്രാതിനിധ്യം ആ കമ്മിറ്റിയിൽ കാണുന്നില്ല. അതെന്തുകൊണ്ടാണ്? ബസാം നേരത്തെ ഒരു ചോദ്യം ചോദിച്ചിരുന്നു, ഞങ്ങൾ 2 പേരുമേ ഉള്ളൂ, മറ്റുള്ളവരെ എന്തുകൊണ്ട് നയിക്കുന്നില്ല, പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്ന്. ആളുകൾക്ക് പ്രോത്സാഹനം നൽകുന്നുണ്ട്, ശുശ്രൂഷയ്ക്ക് വേണ്ടി അവർക്ക് ഉത്തേജനവും നൽകുന്നുണ്ട്. ആളുകൾക്ക് ആഗ്രഹമുള്ളപ്പോൾ തന്നെ ശുശ്രൂഷകന്മാരും ജനങ്ങളും ആരെ തിരഞ്ഞെടുക്കണമെന്നുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ ചുമതലകളൊന്നും ഭരണ സംവിധാനത്തിലുള്ള യാതൊരു ചുമതലകളും ഏറ്റെടുക്കുന്നില്ല, മറ്റുള്ളവർ ഏറ്റെടുക്കട്ടെ എന്ന ഒരു പ്രേരണയോ നിയോഗമോ ലഭിച്ചാൽ ആ നിമിഷത്തിൽ മാറുന്നതിന് ഞാൻ സന്നദ്ധനാണ്. കാരണം അങ്ങനെ മാറി നിന്ന കാലയളവുകളുണ്ട്. നാളിതുവരെയും അസംബ്ലീസ് ഓഫ് ഗോഡിൽ കേരളക്കരയിലെന്നല്ല ഇന്ത്യയിലും ലോകത്തിൽ ഒരു ഭാഗങ്ങളിലും സഭാ ജനങ്ങൾ എക്സിക്യൂട്ടീവ് കമ്മിറ്റി പ്രതിനിധിയായി വരുന്ന ഒരു സംവിധാനം ഇതുവരെ ഉണ്ടായിട്ടില്ല. എൻ്റെ ചിന്തയിൽ എത്രയും വേഗം അങ്ങനെ ഒരു ട്രാൻസിഷനിലേക്ക്, മാറ്റത്തിലേക്ക് വരാൻ സാധ്യതയുണ്ടെന്നാണ് എൻ്റെ ചിന്ത. യാഥാർത്ഥ്യമായി എന്ന് തീരും എന്നറിഞ്ഞുകൂടാ. എന്നാൽ പ്രാദേശിക സഭാതലത്തിൽ പാസ്റ്ററോടൊപ്പം തന്നെ കമ്മിറ്റി അംഗങ്ങളുണ്ട്. സെക്ഷൻ തലത്തിൽ, പ്രാദേശിക തലം, സെക്ഷൻ തലം, മേഖലാതലം, പ്രാദേശികം. കേരളത്തിൽ ഇപ്പോൾ മലയാളം ഡിസ്ട്രിക്ട് കൗൺസിൽ 50-ൽ പരം സെക്ഷനുകളുണ്ട്. അതിൽ സെക്ഷൻ കമ്മിറ്റിയിൽ സെക്ഷൻ പ്രസ്ബിറ്റർ,
സെക്രട്ടറി, ഖജാൻജി, അതുകൂടാതെ 2 കമ്മിറ്റി അംഗങ്ങൾ സഭാപ്രതിനിധികളായിട്ടുള്ളവരാണ്. അതുമാത്രമല്ല, സെൻറ്റർ എന്ന് ചില സഭകളിൽ പറയും, ഞങ്ങൾ സെക്ഷൻ എന്ന് പറയും. 5 വർഷത്തിൽ കൂടുതൽ ഒരാൾക്ക് സെക്ഷൻ പ്രെസ്ബിറ്റർ അല്ലെങ്കിൽ സെൻട്രൽ പാസ്റ്ററായി ഇരിക്കാൻ സാധ്യമല്ല. അത് കഴിഞ്ഞ് 2 വർഷത്തിന് ശേഷമേ വീണ്ടും അദ്ദേഹത്തിന് തിരഞ്ഞെടുക്കപ്പെടാൻ സാധ്യമാകുകയുള്ളൂ. അതല്ലാതെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായി ഞങ്ങൾ അവരെ നിയമിക്കുന്ന രീതിയുമല്ല. വേറൊന്ന്, ഇപ്പോൾ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലായിരിക്കുന്ന എനിക്ക് താഴെയുള്ള ഏതെങ്കിലും നിലവാരത്തിലേക്ക് ഒരു മേഖലാ ഡയറക്ടറായിട്ടോ അല്ലെങ്കിൽ ഒരു സെക്ഷൻ പ്രെസ്ബിറ്ററായിട്ടോ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ഇരിക്കുന്ന ഞങ്ങൾ ആരും ആ സ്ഥാനം വഹിക്കരുത് എന്നും അസംബ്ലീസ് ഓഫ് ഗോഡിൽ നിയമമുണ്ട്. ഓക്കെ, അപ്പോൾ ആ വിശ്വാസ പ്രാതിനിധ്യത്തിന് വേണ്ടി താങ്കൾ സ്വാഗതാർഹമായ എന്ത് മുന്നേറ്റങ്ങൾ വന്നാലും താങ്കൾ അതിനെ അനുകൂലിക്കുമെന്നാണ് പറയുന്നത്? ഈ വിശ്വാസികൾക്കും കൂടെ പ്രാതിനിധ്യം കൊടുത്ത് ഭരണ സംവിധാനം പരിഷ്കരിക്കണമെന്നുള്ള താല്പര്യം എൻ്റെ ഉള്ളിലുണ്ട്. അങ്ങനെ ഒരു മാറ്റം വന്നു കഴിഞ്ഞാൽ തീർച്ചയായും അതിനുവേണ്ടി പ്രോത്സാഹനം നൽകാൻ താല്പര്യപ്പെടുന്ന വ്യക്തിയാണ് ഞാൻ. അപ്പോൾ നമ്മൾ ആ ഇതിൽ നിന്നും വേറെ ഒരു വിഷയത്തിലേക്ക് കിടക്കുകയാണ്. അടുത്തയിടെ പല മാധ്യമങ്ങളിലും അസംബ്ലീസ് ഓഫ് ഗോഡിലെ ചില പ്രശ്നങ്ങളെപ്പറ്റി വളരെ സത്യാവസ്ഥ എന്താണെന്ന് ചില ആൾക്കാർക്ക് അറിയുന്നില്ല. എങ്കിലും അങ്കമാലി സംഭവത്തെപ്പറ്റി വളരെ പത്രമാധ്യമങ്ങളിൽ ചർച്ച ചെയ്യപ്പെട്ടൊരു വിഷയമാണ്. അതിനെപ്പറ്റി പാസ്റ്റർക്ക് എന്താണ് അതിൻ്റെ അഭിപ്രായം? അങ്കമാലി സഭ അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ സഭയാണ്. അവിടെ ഒരു പാഴ്സനേജ് പണിയുന്നതിനോടുള്ള ബന്ധത്തിൽ സമീപിച്ച സമീപനത്തെ സംബന്ധിച്ചും ഡിസ്ട്രിക്റ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ അല്ലെങ്കിൽ മലയാളം അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ പേരിലുള്ള വസ്തുവിൽ ഒരു പാഴ്സനേജ് പണിയണമെങ്കിൽ അല്ലെങ്കിൽ സഭാ ഹോള് പണിയണമെങ്കിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ അനുവാദം കൂടെ ലഭിച്ചിരിക്കണമെന്നുള്ളത് എല്ലാവർക്കും അറിവുള്ള നിയമമാണ്. അത് സുതാര്യമായിട്ടുള്ള നിയമമാണ്. അപ്പം അതിന് വിപരീതമായി ചില കാര്യങ്ങൾ നടന്നതുകൊണ്ടാണ് എവിടെയും ഏത് സഭയിലും പ്രശ്നമുണ്ടാകാം. പ്രശ്നം കൈകാര്യം ചെയ്യേണ്ട വിധത്തിൽ ഏത് വ്യക്തികൾ മുഖാന്തരം പ്രശ്നമുണ്ടായോ അവരും ഇതിനെ സംബന്ധിച്ച് പ്രശ്ന പരിഹാരം ഉണ്ടാക്കേണ്ട വ്യക്തികളും തമ്മിലുള്ള സമീപനം. 2, കുറേ കൂടെ തുറന്ന മനസ്സോടുകൂടെ അങ്കമാലി സഭയിലുള്ള ജനങ്ങൾ അല്ലെങ്കിൽ അവിടെയുള്ള പാസ്റ്റർ തുറന്ന മനസ്സോടുകൂടെ ഇത് സമീപിച്ചിരുന്നുവെങ്കിൽ കാര്യങ്ങൾ ഇത്രമാത്രം പൊതുവിലുള്ളവരെ അറിയിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല എന്ന് ബോധ്യമാക്കുന്നത്. 2-3 പ്രാവശ്യം പാസ്റ്റർക്ക് ഞങ്ങൾ നോട്ടീസ് അയച്ചത്, ഞാനും കൂടെ ഉൾപ്പെടെയുള്ള കമ്മിറ്റിയിൽ, പാസ്റ്റർ വരണം, ഇതിനെക്കുറിച്ച് ഉള്ള കാര്യങ്ങൾ അറിയിക്കണം, എന്താ സംഭവിച്ചത് എന്നുള്ളത്. പക്ഷേ അതിനുവേണ്ടി പാസ്റ്റർ ഒരുമ്പെട്ടില്ല, സഭയിലുള്ളവരും ഒരുമ്പെട്ടില്ല. അപ്പോൾ സഭയുടെ ശിക്ഷണ കാര്യത്തോടുള്ള ബന്ധത്തിൽ ശിക്ഷണ നടപടി എടുക്കുന്നതിന് മുൻപ് തന്നെ അതിനുശേഷം ഒരു നോട്ടീസ് കൊടുത്തപ്പോഴാണ് അദ്ദേഹം വരികയും സമീപിക്കുകയും ചെയ്തത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അങ്കമാലി ഇപ്പോഴും അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ പേരിലുള്ള ആ വസ്തുവിൽ ഏതെങ്കിലും പണികൾ നടത്തണമെങ്കിൽ ഗവൺമെൻറ്റിൽ നിന്ന് അനുവാദം നൽകണമെങ്കിൽ ഞങ്ങളുടെ അനുവാദം കൂടെ രേഖാമൂലം ലഭിച്ചെങ്കിലേ സാധ്യമാകുകയുള്ളൂ. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇപ്പം ഞാനും കൂടെ അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ ഇപ്പോഴത്തെ ഭരണ സംവിധാനത്തിലുള്ള ആളാണ്. അപ്പോൾ 2 ഭാഗത്ത് നിന്നും കുറച്ചുകൂടെ തുറന്ന സംയമനത്തിലും പോയിരുന്നുവെങ്കിൽ ഇതേ രീതിയിൽ പോകേണ്ട ആവശ്യമില്ലായിരുന്നു എന്നാണ് ഇപ്പോഴത്തെ എൻ്റെ ചിന്താഗതി. അപ്പോൾ തീർച്ചയായിട്ടും അതെ, ഒരു പ്രശ്നം നമ്മൾ പരിഹരിക്കണമെങ്കിൽ തീർച്ചയായിട്ടും രണ്ടുപേരും ഒരേ നിലവാരത്തിൽ വന്ന് അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നെഗോഷിയേഷൻ ചെയ്യാനുള്ള ആ ഒരു മനസ്ഥിതി ഉണ്ടായെങ്കിൽ മാത്രമേ കഴിയുകയുള്ളൂ. അത് തീർച്ചും ഞങ്ങൾ മനസ്സിലാക്കുന്നു. അപ്പോൾ അങ്ങനെ ശിക്ഷണ നടപടിയെ പറ്റി പാസ്റ്റർ പറഞ്ഞു. അങ്ങനെ തീരുമാനമെടുത്തപ്പോൾ ഈ അസംബ്ലീസ് ഓഫ് ഗോഡ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി എല്ലാം ഒരുമിച്ചെടുത്തൊരു തീരുമാനമാണോ അതോ ഏതെങ്കിലും വ്യക്തി താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി ചെയ്ത തീരുമാനങ്ങളായിരുന്നു അത്? വ്യക്തിപരമായ താല്പര്യങ്ങൾ അതിൽ സംരക്ഷിക്കേണ്ട ഒരാവശ്യം ഉണ്ടായിട്ടില്ല. കാരണം അസംബ്ലീസ് ഓഫ് ഗോഡ് ട്രസ്റ്റ് ബോർഡിൻ്റെ പേരിലുള്ള വസ്തുവിൽ ഒരു പണി നടത്തുന്നതിന് അനുവാദം ഞങ്ങളിൽ നിന്ന് എടുക്കണമെന്ന് പറയുമ്പോൾ സഭയിലുള്ള
പ്രതിനിധികളാകട്ടെ പാസ്റ്ററാകട്ടെ അതേ രീതിയിൽ സമീപിക്കുകയും കാര്യങ്ങൾ ചെയ്യുകയും ചെയ്തേണ്ടിയിരുന്നു. ഇതിനിടയിൽ ഏതെങ്കിലും പാളിച്ചകൾ വന്നിട്ടുണ്ടെങ്കിൽ ഇനിയുമാണെങ്കിലും അതിന് ക്രമീകരണം ചെയ്യാനുള്ളതേ ഉള്ളൂ. അതല്ലാതെ അതിനപ്പുറമായി ആ സഭയെ അകറ്റാനോ വിശ്വാസികളെ അകറ്റാനോ ശുശ്രൂഷകനെ അകറ്റാനോ ഉള്ള താല്പര്യം കമ്മിറ്റിയിൽ ആർക്കെങ്കിലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. യാതൊരു കാരണവശാലും അങ്ങനൊരു താല്പര്യം എനിക്കില്ല. അപ്പോൾ അസംബ്ലീസ് ഓഫ് ഗോഡിനെ പറ്റി മറ്റു കാര്യം ഇങ്ങനെ വായിക്കറിയുകയും മറ്റുള്ള ആൾക്കാർ പറയുകയും ചെയ്യുന്നത് ജീവകാരുണ്യ പ്രവർത്തന കാര്യങ്ങളിൽ, അല്ലെങ്കിൽ ഇപ്പോൾ സഭ 100 വർഷം പിന്നിട്ടതിൻ്റെ ശതാബ്ദി സമ്മേളനം നടക്കുകയും അതിനോടനുബന്ധിച്ച് അനേകം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുകയും ചെയ്തു. അതേപോലെ തന്നെ വിദ്യാഭ്യാസ രംഗത്തും അസംബ്ലീസ് ഓഫ് ഗോഡ് ചെയ്യുന്ന സംഭാവനകൾ വളരെയാണ്. അതിനുദാഹരണമാണുള്ള കടക്കൽ സ്കൂള്. അതിനെപ്പറ്റി, ആ കടക്കൽ സ്കൂളിനെ പറ്റി താങ്കൾക്കുള്ള ഒരു ചെറിയ വിശദീകരണം. കടയ്ക്കൽ അസംബ്ലീസ് ഓഫ് ഗോഡ് സ്കൂൾ ആരംഭം കുറിച്ചത് ബഥേൽ ബൈബിൾ കോളേജിൻ്റെ പ്രിൻസിപ്പലായി ഞാനും അന്ന് ഹോം മിഷണറി കൗൺസിലിൻ്റെ ഡയറക്ടറായി പാസ്റ്റർ ഐസക് മാത്യു ആയിരിക്കുമ്പോൾ ബഥേൽ ബൈബിൾ കോളേജാണ് കടയ്ക്കൽ സ്കൂളിന് ആരംഭം കുറിക്കുന്നത്. അന്ന് ഒരു ചെറിയ സ്കൂൾ അവിടെ ഉണ്ടായിരുന്നു. മാർത്തോമാ സഭയിലുള്ള ഒരു കുടുംബമാണ് അത് നടത്തിക്കൊണ്ടിരുന്നത്. അവർ അത് അടച്ചു പൂട്ടാൻ പോകുന്നു, ഇത് ഏറ്റെടുക്കാൻ ആരെങ്കിലും താല്പര്യമുണ്ടോ എന്ന് അന്വേഷിച്ച് വന്നപ്പോൾ ബഥേൽ ബൈബിൾ കോളേജിലെ പ്രിൻസിപ്പൽ എന്നുള്ള നിലയിൽ ഞങ്ങൾ സ്കൂളിലുള്ളവരാണ് അതിന് മുൻകൈ എടുത്ത് ആരംഭിച്ചത്. ബഥേൽ ബൈബിൾ കോളേജിൻ്റെ കീഴിൽ വേറെ സ്കൂൾ നടത്താൻ നിയമം അനുവദിക്കുന്നില്ല. അതുകൊണ്ട് അസംബ്ലീസ് ഓഫ് ഗോഡ് മലയാളം ഡിസ്ട്രിക്റ്റിൻ്റെ കീഴിലാണ് ബഥേൽ ബൈബിൾ കോളേജും എന്നതുകൊണ്ട് പിന്നീട് ഡിസ്ട്രിക്റ്റിനെ കൈമാറി. എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലായിരുന്ന സമയത്തും അല്ലാത്ത സമയത്തും ഈ സ്കൂൾ ആരംഭിക്കുന്നതിനും അവിടെ കെട്ടിടം പണിയുന്നതിനും മറ്റു കാര്യങ്ങൾക്കും വേണ്ടി വ്യക്തിപരമായ ഞാനതിൻ്റെ ചെയർമാനായിരുന്ന സമയം ഉണ്ട്. അല്ലാത്ത സമയത്തും ഇതിനുവേണ്ടി പ്രോത്സാഹനം നൽകുന്നു. ജാതീയ മേഖലയിൽ ആരംഭിച്ചതായിട്ടുള്ള ഒരു സ്കൂളാണ്. സുവിശേഷീകരണത്തിനും അത് സഹായമായിരിക്കുന്നു. ഇപ്പോൾ 10th സ്റ്റാൻഡേർഡ് വരെയുള്ള ക്ലാസ്സുകൾ കംപ്ലീറ്റ് ചെയ്തു. ഏറ്റവും പ്രശസ്തമായ നിലയിലാണ് ഈ വർഷത്തെ വിജയവും നേടിയത്. അപ്പോൾ തുടർന്നും അത് ഇതിനേക്കാൾ മെച്ചപ്പെട്ട ഒരു വിദ്യാഭ്യാസ സ്ഥാപനമായി വളർത്താനുള്ള താല്പര്യത്തിലും ഉദ്യമത്തിലുമാണ് ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായും സാമൂഹ്യ സേവന രംഗത്ത് പെന്തക്കോസ്തുകാർ അനേക വിധമായ സംഭാവനകൾ നൽകിയിട്ടുണ്ട്. അങ്ങനെ തന്നെ കടക്കൽ സ്കൂളും സാമൂഹ്യപരമായ അനേക നേട്ടങ്ങൾ കൈവരിക്കാൻ ഇടയാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അതേ രീതിയിൽ തന്നെ ഞാൻ ചോദിക്കുകയാണ്, അമേരിക്കയ്ക്ക് വെളിയിൽ അസംബ്ലീസ് ഓഫ് ഗോഡിന് ഉള്ള അഭിമാനിക്കാവുന്ന ഒരു സ്ഥാപനമാണ് പുനലൂർ ബൈബിൾ കോളേജ്. പുനലൂർ ബഥേൽ ബൈബിൾ കോളേജ് 90 വർഷങ്ങൾക്കുള്ള ആരംഭിച്ചുവെങ്കിലും പലപ്പോഴും അതിന് വേണ്ടത്രതായ വികസനം വന്നിട്ടുണ്ടോ എന്ന് ചിലപ്പോൾ നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ച് ഞാൻ പറയുന്ന കെട്ടിടങ്ങളുടെ കാര്യങ്ങളായാലും മറ്റുള്ള കാര്യങ്ങളിലും അങ്ങനെയുള്ള വികസനങ്ങൾ എന്തെങ്കിലും നടന്നിട്ടുണ്ടോ, അത് അല്ലെങ്കിൽ എന്തുകൊണ്ട് നടന്നില്ല? 1985 ഞാൻ പ്രിൻസിപ്പലായി ചുമതലയെടുക്കുന്നത്. ആ സമയം BTH പ്രോഗ്രാം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം പ്രിൻസിപ്പലായിരുന്ന 25 വർഷങ്ങൾക്കുള്ളിൽ മാസ്റ്റർ ഓഫ് ഡിവിനിറ്റി പ്രോഗ്രാം ആരംഭിച്ചു. അതിനുശേഷം മാസ്റ്റർ ഓഫ് തിയോളജി MTH മിനിസ്ട്രിയിലും തിയോളജിയിലും MTH പ്രോഗ്രാം ആരംഭിച്ചു. കേരളക്കാർ മാത്രമല്ല, തമിഴ്നാട്, നോർത്ത് ഇന്ത്യ, നോർത്ത് ഈസ്റ്റ് ഇന്ത്യ ഇവിടെ നിന്നുള്ള വിദ്യാർത്ഥികളും ഈ വർഷങ്ങളിലൊക്കെ അവിടെ വന്ന് പഠിച്ചിട്ടുണ്ട്. 2010 ഞാൻ പ്രിൻസിപ്പലായി സ്റ്റെപ്പ് ഡൗൺ ചെയ്യുന്നതിന് മുൻപ് MTH പ്രോഗ്രാം ഉണ്ട്. കേരളത്തിൽ എന്നല്ല, അസംബ്ലീസ് ഓഫ് ഗോഡിൽ MTH പ്രോഗ്രാം ഓഫർ ചെയ്യുന്ന ഏക സ്ഥാപനം ബഥേൽ ബൈബിൾ കോളേജാണ്. ഈ 1985 ശേഷമുള്ളതിൽ ചാപ്പല്, ലൈബ്രറി, ഓഡിറ്റോറിയം, ഡോർമിറ്ററി, ഫാക്കൽറ്റി ക്വാർട്ടേഴ്സ്, കോളേജ് ക്യാമ്പസിൻ്റെ ഡെവലപ്മെൻറ്റ്, അപ്പോൾ ഇതുപോലുള്ള ഇൻഫ്രാസ്ട്രക്ചർ, ഫാക്കൽറ്റി ക്വാർട്ടേഴ്സ് ഇതെല്ലാം അതാത് കാലയളവിലെ ആവശ്യമനുസരിച്ച് ചെയ്തിട്ടുണ്ട്. അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ സിസ്റ്റത്തിൽ ഇപ്പോൾ ഇന്ത്യയിലുള്ളതിൽ സദൺ ഏഷ്യ ബൈബിൾ കോളേജ് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും സദൺ ഏഷ്യയിൽ നിന്നുമുള്ള ആളുകൾക്ക് വന്ന് പഠിക്കാനുള്ള ഒരു സ്ഥാപനമായിട്ട് വർഷങ്ങൾക്ക് മുൻപ് തന്നെ പ്ലാൻ ചെയ്തു. അപ്പോൾ ഓരോ സംസ്ഥാനത്തും ഡിസ്ട്രിക്റ്റ് എന്ന് അറിയപ്പെടുന്നത് മലയാളം, തമിഴ്, തെലുങ്ക്, മറാത്തി, ഹിന്ദി, നോർത്ത് ഈസ്റ്റേൺ ലാംഗ്വേജസ്, ബംഗാളി, അപ്പോൾ ഓരോ ഭാഷയിലും ബൈബിൾ സ്കൂളുകളുണ്ട്.
റീജിയണൽ ബൈബിൾ സ്കൂളുകളുണ്ട്. അപ്പം ഇന്ത്യയിൽ മൊത്തമായി സദൺ ഏഷ്യ ബൈബിൾ കോളേജിൽ ഇപ്പോൾ ഡോക്ടർ ഓഫ് മിനിസ്ട്രി പ്രോഗ്രാം വരെ ഓഫർ ചെയ്യുന്നുണ്ട്. അപ്പം പുരോഗതി അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റ് നാളിതുവരെ ഉള്ളതിൽ നടത്തിയിട്ടുണ്ട്. വേറെ കേരളത്തിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക്, വേദശാസ്ത്ര സ്ഥാപനങ്ങൾക്ക് ഞാൻ മനസ്സിലാക്കുന്ന ഒരു ഡ്രോബാക്ക്, കേരളത്തിൽ ഉള്ള സുശേഷീകരണ താല്പര്യമുള്ളവരും തിയോളജിക്കൽ എഡ്യൂക്കേഷൻ പ്രാപിക്കാൻ താല്പര്യമുള്ള പല ആളുകളുടെയും ചിന്താഗതി കേരളത്തിന് വെളിയിൽ പോയി പഠിക്കണമെന്നുള്ള ചിന്താഗതിക്കാരാണ്. അപ്പോൾ ഇംഗ്ലീഷ് മീഡിയത്തിൽ പോയി പഠിക്കണം. കേരളത്തിന് വെളിയിൽ ഇപ്പോൾ ബാംഗ്ലൂരിലോ മറ്റേതെങ്കിലും സംസ്ഥാനങ്ങളിലോ ഒക്കെയുള്ള പല വേദശാസ്ത്ര സ്ഥാപനങ്ങളുണ്ട്, സെമിനാരീസുണ്ട്. അപ്പോൾ BD ഡിഗ്രി ആണെങ്കിലും MDH ആണെങ്കിലും കേരളത്തിലേതിനേക്കാൾ കേരളത്തിന് വെളിയിലുള്ള സ്കൂളുകളിൽ പോയി പഠിച്ചു കഴിഞ്ഞിരുന്നാൽ ഭാഷാപരമായിട്ടും മാത്രമല്ല വിവിധ ഭാഷക്കാരുമായിട്ടുള്ള ഇൻ്ററാക്ഷൻ, ഈ താല്പര്യത്തിൽ കേരളത്തിൽ ഉള്ള തിയോളജിക്കൽ സ്കൂൾസിൽ പോയി പഠിക്കുന്നതിനേക്കാൾ നല്ല ഒരു കൂട്ടം ആളുകളുടെയും സുവിശേഷീകരണ താല്പര്യമുള്ള വിദ്യാർത്ഥികളുടെയും ട്രെൻഡ് കേരളത്തിന് വെളിയിൽ പോയി പഠിക്കണമെന്നുള്ളതാണ്. പിന്നെ പല ആളുകളും ബൈബിൾ കോളേജിൻ്റെ പ്രവർത്തനം, അതിൻ്റെ ഡെവലപ്മെൻറ്റ്, അവർക്ക് വേണ്ടി സഹായിക്കുക എന്നുള്ളതിന് വലിയ താല്പര്യമില്ലാത്ത ആളുകളാണ്. ഓരോ സഭയിലും ഏറ്റവും എഫിഷ്യൻ്റായിട്ടുള്ള പ്രാപ്തരായ വിദ്യാഭ്യാസമുള്ള ശുശ്രൂഷകന്മാരെ ലഭിക്കണമെങ്കിൽ അതിനുവേണ്ടി ഓരോ കുടുംബത്തിൽ നിന്നും സഭയിൽ നിന്നും വിദ്യാഭ്യാസ യോഗ്യതയും സുവിശേഷീകരണ താല്പര്യവും സമർപ്പണവുമുള്ള യുവാക്കളെ തിരഞ്ഞെടുത്തയക്കണം. പക്ഷേ പലപ്പോഴും അതല്ല സംഭവിക്കുന്നത്. ഇപ്പോൾ കേരളത്തിൽ തന്നെ മലയാള സഭകളാണ്, കേരളത്തിലെ വിശ്വാസികൾ അവരുടെ മക്കളെ, കഴിവുള്ളവരെ, പ്രാപ്തരെ സുവിശേഷീകരണ താല്പര്യം നൽകി അങ്ങനെയുള്ള തിയോളജിക്കൽ കോളേജിൽ അയക്കുവാൻ ഉള്ള താല്പര്യം തുലവും പരിമിതമാണെന്നുള്ളതും ഒരു സത്യമായ കാര്യമാണ്. തീർച്ചയായിട്ടും. അപ്പോൾ ഇത്രയും വർഷങ്ങളായിട്ട് ഓരോ വർഷം കഴിയും തോറും ചെയ്യാവുന്ന പുരോഗമന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. അസംബ്ലീസ് ഓഫ് ഗോഡ് ആയതുകൊണ്ട് അമേരിക്കയിൽ നിന്ന് അനേകരും സഹായിക്കുന്നു എന്ന് പലർക്കും ചിന്തയുണ്ട്. പക്ഷേ അതല്ല. ഇന്ത്യയിലുള്ള അസംബ്ലീസ് ഓഫ് ഗോഡ് ഇൻഡിജിനസ് ആണ്, അത് സ്വയംഭരണമാണ്. ഇന്ത്യയിലുള്ള അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ ഓൾ ഇന്ത്യ ലെവലിലോ സൗത്ത് ഇന്ത്യയിലോ കേരളത്തിലോ ഉള്ള ഒരൊറ്റ ഉദ്യോഗസ്ഥരെയും അമേരിക്കയിലുള്ള സ്ഥാപനം അല്ലെങ്കിൽ അമേരിക്കൻ അസംബ്ലീസ് ഓഫ് ഗോഡ് നിയമിക്കുന്നവരല്ല. അവർക്കാർക്കും യാതൊരു ശമ്പളവും നൽകുന്നില്ല. ഇന്ത്യയിലുള്ള വിശ്വാസികളും ശുശ്രൂഷകന്മാരും തിരഞ്ഞെടുക്കുകയാണ്. അവർക്കാണ് അതിൽ പരമാധികാരവുമായിരിക്കുന്നത്. അതുകൊണ്ട് പുരോഗതി ഇല്ല എന്നാരെങ്കിലും പറഞ്ഞിരുന്നാൽ അത് വസ്തുനിഷ്ഠമായ കാര്യമല്ല. സംശയമുള്ളവർ പുനലൂരേക്ക് വന്നു കഴിഞ്ഞിരുന്നാൽ അവിടുത്തെ ലൈബ്രറി, ഓഡിറ്റോറിയം, ഫെസിലിറ്റീസ് 7 ഏക്കറിൽ പരം സ്ഥലം അവിടെയുണ്ട്. ആർക്കും ആരുടെ കാലത്തും എല്ലാ വിപുലീകരണങ്ങളോ അല്ലെങ്കിൽ പുരോഗമന പ്രവർത്തനങ്ങളോ ചെയ്യുക എന്നുള്ളത് അസാധ്യമാണ്. അപ്പോൾ നാളിതുവരെ ചെയ്യാൻ കഴിവുള്ള നിലയിൽ ഇപ്പോൾ തിയോളജിക്കൽ ഡിഗ്രി ലെവലിലാണെങ്കിൽ ഇനിയിപ്പോൾ ഒരു ഡോക്ടറൽ ലെവലിലേക്ക് നീങ്ങണം. അപ്പോൾ അതിനുവേണ്ടി ഉള്ള റിസോഴ്സസ്, അതിനുവേണ്ടിയുള്ള ആളുകൾ, കെട്ടിടമുണ്ടാക്കിയാലും പണമുണ്ടെങ്കിലും വിദ്യാർത്ഥികളും കൂടെ വന്നെങ്കിൽ മാത്രമേ സാധ്യമാകൂ. കേരളത്തിൽ തന്നെ മുക്കിനും മൂലയ്ക്കും ഒരുപാട് എഞ്ചിനീയറിംഗ് കോളേജ് നടത്തിയിട്ടുണ്ട്. പല എഞ്ചിനീയറിംഗ് കോളേജും പൂട്ടിയിട്ടിരിക്കുക. കാരണം എന്തുവാ, കേരളത്തിലെ ഈ ചെറിയ സ്ഥലങ്ങളിലേക്ക് വിദ്യാഭ്യാസത്തിന് പോകാൻ താല്പര്യമുള്ള വരാൻ താല്പര്യം ഇല്ല. അപ്പോൾ വേറൊന്ന്, ഇപ്പം BDയോ MTHയോ അല്ലെങ്കിൽ PhD ലെവലിലേക്കോ ഒരു വിദ്യാർത്ഥി വന്നാൽ അവരുടെ പ്രവണത പലപ്പോഴും നമ്മുടെ പ്രധാന ലക്ഷ്യം, ഈ ബൈബിൾ കോളേജ് കൊണ്ട് സാധിക്കേണ്ട പ്രധാന ലക്ഷ്യം സുവിശേഷീകരണമാണ്. ആത്മാക്കളെ നേടണം, ദൈവരാജ്യത്തിന് വേണ്ടി ചിലത് ചെയ്തെടുക്കണം. ദുഃഖമെന്ന് പറയട്ടെ, MD ഡിഗ്രിയോ BD ഡിഗ്രിയോ MTH ഡിഗ്രിയോ പാസ്സായ 95% ആളുകളും ഒരു സാധാരണ സ്ഥലത്തേക്ക് ചെന്നൊരു സുവിശേഷീകരണ പ്രവർത്തനം നടത്താനോ ആത്മാക്കളെ നേടുന്നതിനോ ഉള്ള താല്പര്യം ഉള്ളവരല്ല എന്നുള്ളത് ദുഃഖകരമായ യാഥാർത്ഥ്യമാണ്.
എൻ്റെ തുടർ ചോദ്യത്തിന് ഉത്തരം താങ്കൾ ഇടയ്ക്ക് സംസാരിച്ചു. അപ്പോൾ ഇങ്ങനെയുള്ള ബൈബിൾ കോളേജ് നടക്കുന്ന ഭാരിച്ചമായ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ സ്പ്രിംഗ്ഫീൽഡിലെ അസംബ്ലീസ് ഓഫ് ഗോഡ് ഇൻ്റർനാഷണലുമായിട്ട് കേരള ഘടകത്തിന് ഉള്ള ആ റിലേഷൻഷിപ്പ് എങ്ങനെയാണ്? അല്ലെങ്കിൽ ഒരു കാര്യം കൂടെ പ്രസാദ് പറയട്ടെ. അപ്പോൾ വിപുലീകരണം, ഞാൻ പ്രിൻസിപ്പലായിരിക്കുന്ന സമയത്താണ് ബൈബിൾ സ്കൂളിലേക്ക് ആളുകളെ കൊണ്ടുവന്ന് അവിടെ താമസിപ്പിച്ച് പഠിപ്പിച്ച് സുവിശേഷീകരണം നടത്തുക എന്നുള്ളത് ഒരിക്കലും നടക്കുന്നതല്ല. അതുകൊണ്ട് 2010 മുൻപ്, ചില വർഷങ്ങൾക്ക് മുൻപ് തന്നെ എക്സ്റ്റൻഷൻ തിയോളജിക്കൽ എഡ്യൂക്കേഷൻ കേരളത്തിലെ പല ടൗണുകളിലും കേരളത്തിന് വെളിയിൽ ബഹ്റിന്, സൗദി അറേബ്യ, ഇതര രാജ്യങ്ങളിലും എക്സ്റ്റൻഷൻ ട്രെയിനിങ് സെൻറ്റർ ഞങ്ങൾ തുടങ്ങി. ഡിസ്റ്റൻസ് തിയോളജിക്കൽ എഡ്യൂക്കേഷൻ. അത് നിമിത്തം അനേക ആളുകൾ ജോലിയോടുള്ള ബന്ധത്തിൽ, സാധാരണക്കാരാണെങ്കിലും അവർ SSLC പാസ്സാകാത്തവരാണെങ്കിൽ അതിന് താഴെയുള്ള ലെവലിലും, SLC പാസ്സായവരാണെങ്കിൽ അതിന് മുകളിലുള്ള ലെവലിലും ആഴ്ചയിൽ 2 ദിവസം അല്ലെങ്കിൽ 1 ദിവസം വന്ന് അവരെ പഠിപ്പിച്ച് പരിശീലനം നൽകി തിയോളജിക്കൽ ഡിഗ്രിയും കൊടുത്ത അനേകരെ ഈ ഡിസ്റ്റൻസ് തിയോളജിക്കൽ എഡ്യൂക്കേഷൻ മുഖാന്തരം സുവിശേഷീകരണത്തിന് വേണ്ടി ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ആ പ്രോഗ്രാം ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ പുരോഗമനപരമായ പ്രവർത്തനങ്ങൾ, നമ്മുടെ ലക്ഷ്യം BTHO, BDO, MDHO ഡിഗ്രി മാത്രമല്ല. നമ്മുടെ ആത്യന്തിക ലക്ഷ്യം ഇത് നിമിത്തം ദൈവരാജ്യത്തിന് എന്ത് പ്രയോജനം? ആത്മാക്കളെ നേടണം. അതല്ല എങ്കിൽ ഈ ഡിഗ്രി എടുത്ത പല ആളുകളും അവർക്ക് സാധാരണ ആളുകളുടെ, ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി വന്ന് അവരോട് സുവിശേഷം അറിയിക്കാൻ താല്പര്യമില്ലെങ്കിൽ നാം ചിലവഴിക്കുന്ന പണം വ്യർത്ഥമല്ലേ എന്നുള്ള ചിന്തയും ഉണ്ട്. അപ്പോൾ അതേ രീതിയിൽ ഇന്നും ആ പുരോഗമനത്തിൻ്റെ പാതയിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. പല ഭവനങ്ങളിലും 2 പിള്ളേരേ ഉള്ളൂ, ഒരു ആണും ഒരു പെണ്ണും, അല്ലെങ്കിൽ 2 മക്കൾ. അവരെ എൻജിനീയറിങ്ങിന് വിടുന്നോ അതോ ബൈബിൾ സ്കൂളിൽ വിടുന്നോ ബൈബിൾ കോളേജിൽ വിടുന്നോ? മാതാപിതാക്കൾ അവരോടോ മക്കളോടോ ചോദിക്കേണ്ട ചോദ്യമാണ്. നേരത്തെയുള്ള കാലത്ത് 7, 8, 9, 10 മക്കളൊക്കെ ഉണ്ട്, എന്നാൽ 2 എണ്ണം ബൈബിൾ സ്കൂളിലെങ്കിലും പോയി രക്ഷപ്പെടട്ടെ എന്ന് കരുതുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് അതല്ല. ചിന്താഗതികൾക്ക് മാറ്റം വരുന്നു. വീടുകളിൽ അംഗസംഖ്യയും കുറവാണ്. ഒരു മോൻ മാത്രമേ ഉള്ളൂ. അവനൊരു ഉപദേശിയായി പോയിരുന്നാൽ എങ്ങനെയാകും? പിന്നെ വേറൊന്ന്, ആദ്യകാലത്തെ പോലെയല്ല. ഇന്ന് പെന്തക്കോസ്ത് സഭകളിലും രംഗത്തും എല്ലാമല്ല, കാണുന്ന ചില സന്തോഷകരമല്ലാത്ത, ആത്മീയത്തിന് യോജിക്കാത്ത പ്രവണതകൾ കാണുമ്പോൾ പല യുവാക്കളും ഈ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങണമോ എന്ന നിലയിൽ സന്ദേഹിച്ച് നിൽക്കുന്ന ആളുകളുമുണ്ട്. അതും പലരും കേരളത്തിലേക്ക് പരിശീലനത്തിന് വരുന്നതിന് ഒരു തടസ്സമായി നിൽക്കുന്നു. താങ്കളത് പറഞ്ഞപ്പോഴാണ് പെട്ടെന്ന് ഞാൻ ഓർത്തു പോയത്. യുവജനങ്ങൾക്ക് അല്ലെങ്കിൽ സഭാ രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ സഭയിൽ ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളിൽ വളരെ അത് താല്പര്യമില്ലാത്ത കാര്യങ്ങളാണ്. അതേ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ കണ്ടുവരുന്ന ഒരു ട്രെൻഡ്, കേരളത്തിൽ കണ്ടുവരുന്ന ട്രെൻഡ്. അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ ശതാബ്ദി സമ്മേളനം നടന്നപ്പോഴും മറ്റുള്ള ജനറൽ കൺവെൻഷനുകൾ നടന്നപ്പോഴും എല്ലാം നമ്മൾ കണ്ടതാണ്, ഭാരത രാഷ്ട്രീയത്തിലുള്ള ഭരണകർത്താക്കളെ നമ്മൾ വിളിച്ചുകൊണ്ട് വന്നിട്ട് അവരെ കൂടുതൽ നമ്മൾ വന്ദിക്കുകയും അവർക്ക് വേണ്ടി അനേക സ്റ്റേജുകൾ ഒരുക്കുകയും ചെയ്യുന്ന ഒരു പ്രവണത നമ്മൾ ഇപ്പോൾ അധികമായിട്ട് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഒരു കാരണമല്ലേ ഇപ്പോൾ യുവജനങ്ങൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ പങ്കെടുക്കുവാൻ ഇല്ലാത്തതെന്ന് തോന്നിപ്പോകുന്നുണ്ട്. താങ്കളുടെ അഭിപ്രായം എന്താണ്? രാഷ്ട്രീയ നേതാക്കളോ ഭരണാധികാരികളോ നമ്മുടെ യോഗങ്ങൾക്ക് വരുന്നത് യുവാക്കൾക്ക് സുവിശേഷീകരണത്തോട് വിരക്തി തോന്നാൻ കാരണമായി തീരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു പരിധിവരെ അവരുടെ സാന്നിധ്യം നല്ലതാണ്. കുറഞ്ഞ പക്ഷേ അവർ സുവിശേഷം കേൾക്കുന്ന എന്താ ചെയ്യുന്നതെന്ന് തോന്നും. ഉദാഹരണം, അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ ശതാബ്ദി സമ്മേളനം നടക്കുമ്പോൾ തന്നെ തിരുവനന്തപുരം മേയർ, ഇടതുപക്ഷം, പിന്നെ ഭരണപക്ഷം, ഇവിടെയുള്ള ആളുകൾക്കൊക്കെ ഒരു കാര്യം ബോധ്യമായി. പെന്തക്കോസ്തുകാർ, വിശ്വാസികൾ, ശുശ്രൂഷകന്മാരെന്ന് പറഞ്ഞാൽ അവർ ചിന്തിക്കുന്നതിനേക്കാൾ ഉപരിയായി അവർക്ക് സ്വാധീനമുണ്ട്. അവരെയും കൂടെ സഹകരിപ്പിച്ച് പോകണം എന്നുള്ള ചിന്ത അവരുടെ മനസ്സിൽ ഉദിക്കാൻ എങ്കിലും കാരണമായി തീർന്നിട്ടുണ്ട്. അപ്പം ദുഷിച്ച രാഷ്ട്രീയം എന്ന വാക്കിൽ തെറ്റില്ല. പക്ഷേ ദുഷിച്ച രാഷ്ട്രീയത്തോടൊരു കാലത്തും സഭാവിശ്വാസികൾക്കോ ശുശ്രൂഷകന്മാർക്കോ യോജിക്കാൻ സാധ്യമല്ല. ഭരണാധികാരികളും നമ്മോട് ചേർന്ന്
ദൈവരാജ്യത്തിൻ്റെ പ്രവർത്തനത്തിനോ വിപുലീകരണത്തിനോ വേണ്ടി സഹായിക്കുന്നുവെങ്കിൽ നല്ല കാര്യമായിരിക്കും. അങ്ങനെയെങ്കിൽ ഈ അതുപോലെ തന്നെ കേരളത്തിൽ അടുത്തിടങ്ങളിൽ സുവിശേഷ വിരോധികളാൽ നമ്മൾ അനേക ദൈവദാസന്മാർ ആക്രമിക്കപ്പെട്ടു. അത് എന്തുകൊണ്ടാണ് ഈ കാലങ്ങളിൽ വളരെ അധികമായി വന്നതെന്നുള്ള പാസ്റ്റർ കാഴ്ചപ്പാടിൽ കാണുന്നത്? ഓരോ ക്രിസ്ത്യാനികൾ ഒഴികെ ബാക്കിയുള്ള മതവിഭാഗങ്ങൾക്കും ഒരു നവോത്ഥാനം ഉണർവുണ്ടായിട്ടുണ്ട്. ക്രിസ്തീയ പ്രവർത്തനങ്ങൾ സുസംഘടിതമാണ്. ഞായറാഴ്ച സൺഡേ സ്കൂളുണ്ട്, അവർക്ക് യോഗങ്ങളുണ്ട്, യുവജനങ്ങളെ കേന്ദ്രീകരിക്കുന്നുണ്ട്, സഹോദരിമാരുടെ ഇടയിൽ പ്രവർത്തനങ്ങളുണ്ട്. എന്തുകൊണ്ട് രാജാറാം മോഹൻ റോയുടെയും മറ്റും കാലത്ത് ക്രിസ്തീയമായ തത്വങ്ങളും ഒക്കെ ഉൾക്കൊണ്ടുകൊണ്ട് ഹിന്ദുക്കളുടെ ഇടയിൽ റിഫോർമേഷൻ നടന്നതുപോലെ തന്നെ ഇന്ന് എന്തുകൊണ്ട് നമ്മുടെ യുവജനങ്ങളെ ഉണർത്തിക്കൂടാ, നമ്മുടെ സഹോദരിമാരെ ഇതിലേക്ക് നയിച്ചുകൂടാ? അതിനുവേണ്ടി ഇതര മതങ്ങളും താല്പര്യപ്പെടുന്നുണ്ട്. അപ്പോൾ നാം നമ്മുടെ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് മറ്റുള്ളവരെ കർത്താവിലേക്ക് ആകർഷിക്കാൻ താല്പര്യപ്പെടുന്നത് പോലെ തന്നെ ഒരു കാരണവശാലും നമ്മോടുകൂടെയുള്ള ആളുകൾ മറ്റ് മതത്തിലേക്ക് പോകരുത്. അവരുടെ അതേ സ്ട്രാറ്റജി വേറൊരു നിലയിൽ നമ്മുടെ ആളുകളെ പിടിച്ചു നിർത്താൻ ഉപയോഗിക്കണം. ചിലയിടങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളത്, ഒന്ന് പരിജ്ഞാനക്കുറവുകൊണ്ട് പലയിടങ്ങളിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഏതെങ്കിലും ഒരു സ്ഥലത്ത് സുവിശേഷം പരസ്യമായി പ്രസംഗിക്കുന്നതിനെ എതിർക്കുകയാണെങ്കിൽ അവരെ ബലാത്കാരമായി നമുക്ക് സുവിശേഷത്തിലേക്ക് നയിക്കാൻ സാധ്യമല്ല. അവിടെ കാളാമ്പ്രതി വേല, വ്യക്തിപരമായ സുവിശേഷീകരണം എന്നുള്ളതായിട്ടുള്ള നയം നാം സ്വീകരിക്കണം. എന്നാൽ ചില ആളുകൾ അക്രമാസക്തരായി എന്ത് വില കൊടുത്തും ക്രിസ്ത്യാനികളെയോ ക്രിസ്തീയ പ്രവർത്തകരെയോ അടിച്ചമർത്താൻ പരിശ്രമിക്കുന്നുണ്ട്. അങ്ങനെ പീഡയോ എതിർപ്പോ ഉയരുന്ന സമയത്ത് സംയമനം പാലിക്കുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, സ്നേഹത്തിൽ അവരോട് ഇടപെടുക എന്നുള്ള മാർഗം സ്വീകരിക്കാം. പിന്നെ നിയമപരമായി നമുക്ക് സംരക്ഷണമുണ്ട്. ഇന്ത്യയിൽ മതസ്വാതന്ത്ര്യം ഉള്ളതുപോലെ തന്നെ നിയമപരമായ നിലയിൽ നമുക്ക് എന്ത് സഹായം ലഭിക്കുമോ അതിനുവേണ്ടിയും നാം സമീപിക്കുന്നതിൽ തെറ്റില്ല എന്നാണ് എൻ്റെ ചിന്താഗതി. തീർച്ചയായിട്ടും നമ്മുടെ ക്രിസ്തുദൈവം തന്നെ പഠിപ്പിച്ചത് അത് തന്നെയാണ്. നമ്മൾ അഹിംസയുടെ അല്ലെങ്കിൽ നമ്മൾ ആ ഒരു രീതിയിലാണ് നമ്മുടെ സഹോദരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കുക എന്ന് പറയുകയും അത് എല്ലാം ആ ക്രിസ്തുമതത്തിൻ്റെ പഠിപ്പിക്കുന്നത് തന്നെ ആൾക്കാർ വളരെ വ്യക്തമായിട്ട് ആളെ വളരെ സന്തോഷത്തോടെയാണ് സ്വീകരിക്കുന്നത് മനസ്സിലാക്കുന്നു. നമ്മുടെ ഈ ഇൻ്റർവ്യൂ അവസാനിപ്പിക്കേണ്ട സമയം ഏറ്റവും അടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. 1-2 ചോദ്യങ്ങൾ കൂടെ മാത്രം ചോദിക്കുന്നു. താങ്കളുടെ ഈ അടുത്തിടെ താങ്കൾക്ക് ശാരീരികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുകയും എങ്കിലും താങ്കൾ ഈ അവസരത്തിൽ അമേരിക്കൻ ഐക്യനാടുള്ള അനേക ഇടങ്ങളിൽ പര്യടനം നടത്തുകയും ചെയ്തു. താങ്കളുടെ ആ രോഗത്തെ പറ്റി പ്രേക്ഷകരോട് ഒന്ന് വിവരിക്കാൻ പറ്റുമോ? സുവിശേഷീകരണം, ഞാനിപ്പോൾ ഒരു വേദ അധ്യാപകൻ, സഞ്ചരിച്ച് പ്രസംഗിക്കുന്നയാൾ, ദൈവത്തിൻ്റെ വചനം പ്രസംഗിക്കുന്നയാൾ എന്നുള്ള നിലയിൽ തന്നെ പ്രസംഗിക്കുന്ന കാര്യങ്ങൾ താത്വികമായി മാത്രമല്ല അനുഭവത്തിൽ കൂടെയും ദൈവം എനിക്കത് അനുഗ്രഹമായി നൽകിയിട്ടുണ്ട്. 2013 ഒക്ടോബർ മാസം 31-ാം തീയതി ഞാൻ ബോംബെയിൽ അവർ ക്രമീകരിച്ചിരുന്ന 3 കൺവെൻഷന് പ്രസംഗിക്കുന്നതിന് വേണ്ടി ബോംബെയിലേക്ക് യാത്ര ചെയ്യുകയായിരുന്നു. എൻ്റെ ഭാര്യ എന്നോടൊപ്പം ഉണ്ടായിരുന്നു. ബോംബെയിൽ ഞങ്ങൾ പ്ലെയിനിൽ ചെന്നിറങ്ങി ഞങ്ങളുടെ ബന്ധു വീട്ടിലേക്ക് ചെന്ന് അല്പനിമിഷങ്ങൾ കഴിഞ്ഞു. അവരാഹാരം കഴിക്കാനായിട്ട് തന്നപ്പോൾ ആഹാരം കഴിക്കുന്നതിന് മുൻപ് തന്നെ, അതോ അല്പം കഴിച്ചു എന്ന് തോന്നുന്നു, ഛർദ്ദിക്കുന്നു. എൻ്റെ മുഖത്ത് ശക്തമായി വിയർപ്പ് വന്നു. ഇരിക്കുന്ന കസേര അങ്ങോട്ടും ഇങ്ങോട്ടും ആടുന്നത് പോലെ എനിക്ക് തോന്നി. എന്നെ അവിടെ കിടത്തി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അവർ ചില ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്തു, പക്ഷേ പൂർണ്ണമായ ശമനം വന്നില്ല. ബോംബെയിലുള്ള റിലയൻസ് അംബാനി ഹോസ്പിറ്റലിൽ എന്നെ അഡ്മിറ്റ് ചെയ്തു. അവിടെയുള്ള പ്രസിദ്ധരായ ഡോക്ടർമാർ എന്നെ പരിശോധിച്ചു. അപ്പോൾ ഡോക്ടർ ഹസ്തക് എന്ന് പറഞ്ഞ പ്രസിദ്ധനായ ഡോക്ടർ എന്നെ പരിശോധിക്കാനായി വരുന്നു. എന്നെ കിടത്തിയിരിക്കുന്നത് സ്ട്രോക്ക് ഡിപ്പാർട്ട്മെൻറ്റിലാണ്, നെർവസ് ബ്രേക്ക് ഡൗൺ സ്ട്രോക്ക് ഡിപ്പാർട്ട്മെൻ്റ് എന്ന് പറഞ്ഞു അവിടെ കിടത്തിയിരിക്കുന്നു. ചുറ്റുപാടും കിടക്കുന്നവരൊക്കെ അവരുടെ മൂക്കിൽ കൂടെയും കയ്യിൽ കൂടെയും കാലിൽ കൂടെയും ഒക്കെ ട്യൂബൊക്കെ ഘടിപ്പിച്ച് കിടത്തുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം എൻ്റെ അടുക്കിലേക്ക് വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, ഡോക്ടർ ഫിലിപ്പ്, you see all these patients, they are lying here for the last 1 month, some are here for 2 months, 2 മാസം.
യു ഓൾസോ ഹാഡ് എ സിമിലർ സീരിയസ് സ്ട്രോക്ക് ബട്ട് യു ഹാഡ് എ ഡിവൈൻ ഇൻ്റർവെൻഷൻ. നിങ്ങൾക്ക് ദൈവികമായ ശക്തമായ ഒരു ഇടപെടലുണ്ടായി. ഞാൻ 1.5 ആഴ്ച അവിടെ കിടന്നു. അതിനുശേഷം നാട്ടിലേക്ക് വന്നു. അനന്തപുരി ഹോസ്പിറ്റലിലായിരുന്നു. 1.5 മാസത്തേക്ക് എൻ്റെ ഭാര്യയാണ് എന്നെ കുളിപ്പിച്ചുകൊണ്ടിരുന്നു എന്ന് പറഞ്ഞാൽ അതിശയോക്തിയല്ല. കയ്യിൽ വെള്ളമെടുക്കാൻ കഴിയുന്നില്ല, നേരെ നടക്കാൻ സാധ്യമല്ല. പക്ഷേ കർത്താവായ യേശുക്രിസ്തു എന്നെ സൗഖ്യമാക്കി. എന്നെ ശ്രദ്ധിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള കാര്യങ്ങൾ പ്രസംഗിക്കുകയും പഠിപ്പിക്കുകയും മാത്രമല്ല, യേശു പാപികളെ രക്ഷിക്കുന്നു. പാപത്തിൽ നിന്ന് വിടുതൽ മാത്രമല്ല, ഞങ്ങളെ ശ്രദ്ധിക്കുന്നവർ രോഗിയാണോ, നിങ്ങളെ സൗഖ്യമാക്കാൻ യേശുവിന് കഴിയും. യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് നിങ്ങളിൽ പ്രവർത്തിക്കുന്നുവെങ്കിൽ നിങ്ങളെയും ജീവിപ്പിക്കുമെന്നുള്ള വചനം നമ്മുടെ ജീവിതത്തിൻ്റെ രോഗത്തിൻ്റെയും ബലഹീനതയുടെയും നിസ്സഹായതയുടെയും വേളയിൽ ഡോക്ടർമാർക്കല്ല അവസാന വാക്ക് പറയാനുള്ളത്. യേശുവിന് ഇന്നും നമ്മെ സൗഖ്യമാക്കാൻ കഴിയുമെന്നുള്ളത് എൻ്റെ അനുഭവമാണ്. നിങ്ങളെന്നെ കാണുമ്പോൾ, നിങ്ങളെന്നെ വീക്ഷിക്കുമ്പോൾ ഒരു രോഗിയായിട്ടല്ല കാണുന്നത്. അനേകായിരം മൈലുകൾ യാത്ര ചെയ്ത് ഈ 1.5 വർഷത്തിനുള്ളിൽ അവിടെയൊക്കെയും അനേകർക്ക് കർത്താവ് അനുഗ്രഹം നൽകുവാനിടയായി. നിങ്ങൾക്കും ഇത് അനുഗ്രഹമായി തീരട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുക. തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ ആ മുന്തിരിത്തോട്ടത്തിൽ താങ്കൾക്ക് ഇനിയും അധിക ദൂരം യാത്ര ചെയ്യാനുണ്ടെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. അതുകൊണ്ടാണ് ദൈവം ആയുസ്സിൽ അല്ലെങ്കിൽ ഇങ്ങനെ ഒരവസരം കൂടി ദൈവം നൽകി തന്നത്. അങ്ങനെ ആകുമ്പോൾ എൻ്റെ അവസാനത്തെ ചോദ്യം രീതിയിൽ ഞാൻ ചോദിക്കുന്നത്, അസംബ്ലീസ് ഓഫ് ഗോഡിനെ പറ്റി താങ്കൾക്കുള്ള അടുത്ത 10 വർഷത്തേക്കുള്ള ലക്ഷ്യം എന്താണ്? ആ ലക്ഷ്യത്തിൽ താങ്കൾ വീണ്ടും അധികാരത്തിൻ്റെ തലപ്പത്തുണ്ടാകുമോ, അല്ലെങ്കിൽ അവിടെ നിന്ന് മാറി നിന്ന് താങ്കൾ സഹായിക്കുമെന്നാണ് താങ്കൾ ഉദ്ദേശിക്കുന്നത്? സാമേ, ഇപ്പം അപ്രതീക്ഷിതമായി ഇങ്ങനൊരു ചോദ്യം വരുന്ന സമയത്ത് നമ്മുടെ പരിപാടികളെല്ലാം യേശുക്രിസ്തുവിൻ്റെ 2ാം വരവിനോടുള്ള ബന്ധത്തിൽ സമയബന്ധിതമായിട്ട്. അപ്പോൾ കർത്താവിൻ്റെ വരവ് താമസിക്കുന്നുവെങ്കിൽ അസംബ്ലീസ് ഓഫ് ഗോഡ് കൂട്ടായ്മ സഭയോടുള്ള ബന്ധത്തിൽ പ്രവർത്തനത്തിൻ്റെ ലക്ഷ്യങ്ങൾ: 1, ഇന്നത്തേതുപോലെ തുടർന്നും സുവിശേഷം പ്രസംഗിക്കും. 2, എവിടെയെല്ലാം സുവിശേഷം അറിഞ്ഞിട്ടില്ലാത്തവരും സുവിശേഷ വിഹിത സഭകളില്ലാത്തതുമായ സ്ഥലങ്ങളുണ്ടോ അവിടെയൊക്കെ ഓരോ സഭകൾ ആരംഭിക്കും. ഈ സ്ഥാനത്ത് തുടരുത് എന്ന് ദൈവാത്മാവിൻ്റെ പ്രേരണയും, അതുമാത്രമല്ല ആളുകളുടെ മനോഭാവം കാണുന്ന സമയത്ത് ഒരധികാരത്തിലും പിടിച്ചു തൂങ്ങാനോ മറ്റേതെങ്കിലും മാധ്യമങ്ങളോ മറ്റേതെങ്കിലും മാർഗങ്ങളോ ഉപയോഗിച്ച് അതിൽ ചവിട്ടിക്കയറാനോ താല്പര്യപ്പെടുന്ന ഒരാളല്ല ഞാൻ. അപ്പോൾ ഏറ്റവും പ്രധാന ലക്ഷ്യം യേശുവിൻ്റെ സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കണം. സഭകൾ ദൈവനാമ മഹത്വത്തിനായി സ്ഥാപിക്കണം. സഭാവിഭാഗ വ്യത്യാസമന്യേ എല്ലാവരുമായി സ്നേഹത്തിൽ ആത്മാവിൻ്റെ ഐക്യതയിൽ സഹകരിച്ച് മുന്നേറണം. ഇതാണ് അടുത്ത 10 വർഷത്തെ ആഗ്രഹം. അപ്പോൾ തീർച്ചയായിട്ടും താങ്കളുടെ സുവിശേഷ ദർശനവും താങ്കൾക്ക് ദൈവസഭയോടുള്ള ആ കൂറും എല്ലാം ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഞങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ രോഗത്തിൻ്റെതായ അവസ്ഥയിൽ കൂടി കടന്നുപോയ താങ്കളെ ദൈവം കൈപിടിച്ച് നടത്തുന്ന, ഓരോ ദിവസം നടത്തുന്നത് ഞങ്ങൾ കാണും. ഞങ്ങൾ അതിൽ അത്ഭുതം കൂറുന്നുണ്ട്. താങ്കൾക്ക് വേണ്ടി ഞങ്ങൾ തുടർന്ന് പ്രാർത്ഥിക്കുകയും ദൈവം താങ്കളുടെ പ്രവർത്തനങ്ങളെയും സഭയുടെ പ്രവർത്തനങ്ങളെയും മേൽക്കുമേൽ വർദ്ധിപ്പിക്കാൻ സഹായിക്കട്ടെ ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇത്രത്തോളം സമയം തൂലിക പ്രേക്ഷകരോട്, തൂലിക TV-യിലൂടെ എല്ലാ പ്രവർത്തകരോടും പങ്കെടുത്തതിന് താങ്കൾക്കുള്ള നന്ദി ഒരിക്കൽ കൂടി അറിയിക്കുകയും ചെയ്യുന്നു. പ്രസാദിനെയും സാമിനെയും നിങ്ങളുടെ ഈ സുവിശേഷീകരണ പ്രവർത്തനത്തിൽ ദൈവം സഹായിക്കട്ടെ. ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുമെന്നുള്ള ഉറപ്പോട് കൂടെ ഞാനും എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. താങ്ക് യു സോ മച്ച്.